ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണി അല്ലെങ്കിൽ എല്ലും കപ്പ എന്ന് സാധാരണ പറയും. കപ്പയും എല്ലും ഇത് രണ്ടും കൂടെ കൂടിയിട്ടുള്ള ബിരിയാണി എന്ന് പറയും. രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി ഉണ്ടാക്കി തരുന്ന കപ്പ ബിരിയാണിയാണ്. നല്ല മഴയുള്ള സമയത്ത് നല്ല ചൂട് കപ്പ ബിരിയാണി കട്ടൻ കാപ്പിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിൻ്റെ തലേദിവസം വൈകുന്നേരങ്ങളിൽ വിളമ്പാൻ വേണ്ടിയിട്ട് ഈ കപ്പ ബിരിയാണി ഉപയോഗിക്കാറുണ്ട്. അതായത് ക്രിസ്ത്യൻസിൻ്റെ കല്യാണങ്ങളിലാണ് കേട്ടോ കൂടുതലായിട്ട് ഇത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ കപ്പ ബിരിയാണി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അപ്പം അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾക്കിന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടെ എല്ലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മളിത് എടുത്തു വച്ചിരിക്കുന്നത് 5 സവോള, അതുപോലെ തന്നെ ഒരു 3 കഷ്ണം ഇഞ്ചി, ഒരു 10-20 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 5-6 കതിർപ്പ് കറിവേപ്പില. ഇത്രയും സാധനമാണ് നമ്മൾ ആദ്യം എല്ലിന് ചേർക്കുന്നത്. നമ്മൾ ഇവിടെ എല്ല് കഴുകി വൃത്തിയാക്കി ഒരു ചീനച്ചട്ടിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം 2.5-3 കിലോയ്ക്കടുത്ത് നമ്മൾ എല്ല് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സവോള നടുവേ മുറിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് നൈസാക്കേണ്ട, ഒരു ചെറിയ കട്ടിക്ക് ഇരുന്നോട്ടെ. അത് നമ്മൾ എടുത്തു വെച്ചു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും ആ കൂടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് എല്ലിന് മാത്രം ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെയുള്ള ഒരു സാധനമാണ് മീറ്റ് മസാല. ഇത്രയും പൊടികളാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടിയും ഉലുവയും ഇതിൻ്റെ കൂടെ ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പൊടികൾ ഇതെല്ലാം കൂടെ നമ്മൾ എന്തിനകത്തേക്ക് നമ്മുടെ ഈ എല്ലിലേക്ക് നമുക്ക് മിക്സ് ചെയ്യണം. ഇത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇത് കുക്കറിലെടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ മിക്സിങ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് ഒന്ന് നന്നായി തിരുമിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ടു. പിന്നെ നമ്മൾ ഓരോരോ പൊടികളായിട്ട് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൽ ആദ്യം ഇടാൻ പോകുന്നത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിക്ക് ഈ കളർ വരാൻ കാരണം അത് വറുത്ത പൊടിയാണ്. അതൊക്കെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നതാണിത്. അതുപോലെ തന്നെ മുളക് പൊടിയും നമ്മൾ വറുത്ത് വെച്ചിരുന്നതാണ്. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ഈസ്റ്റേൻ്റെ മീറ്റ് മസാലയാണ് ഉപയോഗിക്കുന്നത്. അത് പിന്നെ പിന്നീട് നമ്മളത് വറുക്കുന്നൊന്നുമില്ല, അത് അതുപോലെ തന്നെ ചേർക്കുന്നു. ബാക്കി പൊടികളെല്ലാം നമ്മൾ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഇവയെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്ക് ഉപ്പിടണം കേട്ടോ. ഉപ്പിട് നമ്മുടെ ആവശ്യാനുസരണം എത്രയാണെന്ന് വെച്ചാൽ ഇടുക. ഇപ്പോൾ നമ്മൾ ഈ എല്ലിന് ആവശ്യമായിട്ടുള്ള ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എന്തെങ്കിലും കാരണവശാൽ എല്ലിന് കുറച്ച് കൂടുതലാണെങ്കിലും പിന്നെ നമ്മൾ കപ്പയ്ക്ക് ചേർക്കുന്ന സമയത്ത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി, കുറച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കുന്നു. അപ്പോൾ മമ്മി അത് കൈ കൊണ്ട് തന്നെയാണ് ഇളക്കുന്നത്. കാരണം നമ്മൾ ഈ തവിയൊക്കെ വെച്ചിട്ട് ഇതിപ്പോൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇളക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മിക്കൂട്ടി യോജിപ്പിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്നു, നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് സെറ്റാക്കി വെക്കുന്നു. ഇതിന് ശേഷം നമ്മളിതൊരു കുക്കറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അടുപ്പിലൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ കുറേ സമയം എടുക്കും. കുക്കറിലാകുമ്പോൾ നമുക്ക് എല്ല് കുറച്ച് വേഗത്തിൽ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ എല്ല് മേടിക്കുന്ന സമയത്ത് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് നല്ല മുഴനെഞ്ചില്ലേ, മുഴനെഞ്ചിൻ്റെ ഭാഗത്തെയുള്ള എല്ല് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മമ്മി മറന്നുപോയൊരു കാര്യം, നമ്മൾ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ചെറിയൊരു ഇത് വന്നതുകൊണ്ട് മമ്മി മറന്നുപോയതാണ്. അതിനകത്തേക്ക് കുരുമുളക് പൊടിയും ഉലുവ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുരുമുളക് പൊടിയും ഉലുവയും കൂടെ കൂടുതൽ ഇട്ടു. അതിനുശേഷം നമ്മളിത് കുക്കറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഉലുവ ഇടുമ്പോൾ ഒരു സംശയം തോന്നും, കയ്പൊന്നും ഉണ്ടാവത്തില്ല. നന്നായിട്ട് വെന്ത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉലുവ ഇടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, തിരുമ്മി വെച്ചിരിക്കുന്ന എല്ല് ആ ചീനിച്ചട്ടിയിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറ്റുവാണ്, ഒരു കുക്കറിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുക്കറിൽ ഈ ഇറച്ചിയെല്ലാം കൂടി ഇട്ട്, അതായത് എല്ലും കുറച്ച് ഇറച്ചിയും കൂടെ ഉള്ള എല്ലാണേ, അതും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് എന്ത് ചെയ്യുന്നു, വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെടുത്തു, ആ കുക്കർ കഴുകി വെള്ളവും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് അത് ഗ്യാസിൽ വെച്ച്
തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് നോക്കാം ഇതിന് വേവായിട്ടുണ്ടോ. ഇനി നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള കപ്പയാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 2.5 കിലോ എല്ലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം ഒരു 4 കിലോത്തിനടുത്താണ് നമ്മൾ കപ്പ എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെല്ലാവർക്കും കൂടുതലായിട്ട് എല്ല് കിട്ടുന്നതാണ് ഇഷ്ടം. ചിലർക്ക് കപ്പയായിരിക്കും കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഏകദേശം ഇരട്ടി, ഇപ്പോൾ 2 കിലോൻ്റെ എല്ലെടുക്കുകയാണെങ്കിൽ 4 കിലോത്തിൻ്റെ കപ്പ അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ കപ്പ മമ്മി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള വറുത്തരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവുമാണ്. അപ്പോൾ ഏകദേശം നമ്മൾ സാധാരണ രീതിയിൽ കപ്പയ്ക്ക് നമ്മൾ വറുത്തരയ്ക്കുകയാണ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചിലരത് വെറുതെ, അതായത് സാധാരണ പോലെ തേങ്ങ അരച്ച് അരപ്പ് ചേർക്കുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ വറുത്തരച്ചാണ്, അതാണ് കുറച്ചും കൂടെ നമുക്കൊരു ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരു 3/4 മുറി അല്ലെങ്കിൽ 3/4 തേങ്ങ ചിരകിയതും അതിനകത്തേക്ക് ഒരു 5-6 ചെറിയുള്ളിയും ഒരു 4-5 കറിവേപ്പിലയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒപ്പം തന്നെ അപ്പോഴത്തേക്ക് മമ്മി കപ്പ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അടുപ്പിലാണ് കപ്പ വെക്കുന്നത്. അടുപ്പിൽ നമ്മൾ കലത്തിനകത്തേക്ക് കപ്പ തകർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഇത് രണ്ടും വേറെ വേറെ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ അവസാനമാണ് ഏകദേശം വേവാകുമ്പോഴാണ് ഇത് രണ്ടും കൂടെ നമ്മൾ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കപ്പ അടുപ്പത്ത് തെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഇത് ഓരോരോ പണികൾ ഒരു സ്ഥലത്ത് ഒരെണ്ണം നടക്കുമ്പോഴത്തേക്കും അതിനൊപ്പം തന്നെയാണ് അടുത്തടുത്ത പരിപാടികളും ചെയ്തു പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കപ്പ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു നുള്ളി എണ്ണ വെച്ചിട്ട് ബാക്കി നമ്മൾ തേങ്ങയും ചെറിയുള്ളിയും കറിവേപ്പിലയും അതിനകത്തേക്ക് ആദ്യം ഇടുവാണ്. കാരണം ഒരുപാട് എണ്ണേൻ്റെ ആവശ്യം വരുന്നില്ല. ഈ തേങ്ങയിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ്ട് അത്യാവശ്യത്തിന് എണ്ണ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ചീനച്ചട്ടീൻ്റെ അടിയിൽ പിടിക്കാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അടി ചേർത്ത് നന്നായിട്ട് തേങ്ങയ്ക്ക് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമേ നല്ല തീ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം തീയിൽ തന്നെ ഇട്ടേച്ച് നന്നായിട്ട് അത് ഇളക്കിയെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ 4 വിസിൽ വന്ന എല്ല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേവുണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ്, വെന്തിട്ടുണ്ടോ, അപ്പോൾ അതിലെന്തെങ്കിലും ഇനി ചേർക്കാനുണ്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ കുറവുകൾ, അതനുസരിച്ചാണ് നമുക്ക് അടുത്ത മസാലകൾ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ല് വെന്തോ എന്ന് നോക്കുന്നത് ഒരു പ്രത്യേക ആചാരമാണ്. അപ്പം അതെടുത്ത് എല്ല് വെന്തോന്ന് നോക്കി അതിൻ്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്കൊരു സന്തോഷമാവുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ വെച്ചത് കറക്റ്റ് തന്നെയാണ്, അത് വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും തന്നെ നമ്മൾ ആദ്യമേ തേങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മസാലകളും കൂടെ ചേർക്കുവാണ്. ഒരു 2 ഏലയ്ക്ക, അതുപോലെ തന്നെ ഒരു നുള്ള് നമ്മുടെ പെരുംജീരകം, പിന്നെ പട്ട, കറുവപ്പട്ടയില അതിൻ്റെ ഒരു ചെറിയ ഒരു കഷ്ണം ചെറുതായിട്ട് ഒടിച്ചതും, പിന്നെ നമ്മുടെ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള അരപ്പുകൾ, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മുടെ മീറ്റ് മസാല. ഇതിനകത്ത് നമ്മുടെ മല്ലിപ്പൊടിക്ക് കളർ വേറെയാണ്, അതിന് വേറെ കാര്യമൊന്നുമല്ല. നമ്മളിത് തേങ്ങേൻ്റെ കൂടി ഇടുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നിട്ട് അത് നന്നായിട്ട് മൂത്തോളും. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ അളവ് കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കപ്പയ്ക്ക് ആവശ്യമുള്ള ആദ്യം എല്ലിനുള്ളത് കുറച്ച് മസാല ഇട്ടിട്ടുണ്ട്, ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തേങ്ങ അത്യാവശ്യം ഒന്നൊരു വഴണ്ട് ഒരു കളർ മാറി ഏകദേശം ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടി ഇടാൻ വേണ്ടിയിട്ട് ഇടാം. പൊടിയും കറുവപ്പട്ടയും പെരുംജീരകവും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് ഇടാം. കാരണം എന്നിട്ട് പിന്നെ നമ്മൾ ഒരുപാട് തീ കത്തിക്കരുത്. കാരണം ഈ പൊടികൾക്കൊന്നും വല്ലാതെ മൂപ്പില്ല, ഒരു മീഡിയം മൂപ്പിൽ ആയാൽ മതി. വല്ലാണ്ട് ഇതായി കഴിഞ്ഞാൽ ഒരു കരിച്ചോവ് വരും. അതുകൊണ്ട് തന്നെ ഒരു കയ്പ്പ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇത് ഇട്ട ഉടനെ നമുക്ക് ഒരിച്ചിരി നേരം കഴിയുമ്പോൾ തീ അങ്ങ് ഓഫാക്കിയേക്കാം. അങ്ങനെയാണെങ്കിൽ അധികം ഒരു തേങ്ങ നന്നായി ചൂടായി കിടക്കുന്ന ചൂടിൽ കിടന്ന് ആയിക്കോളും. അപ്പോഴത്തേക്കും മമ്മി കപ്പ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കപ്പ ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം കപ്പയിൽ വെള്ളം ഊറ്റിയെടുക്കുകയാണ്. അങ്ങനെ വെള്ളം ഊറ്റി കപ്പ ഏകദേശം വെന്തു. ഭയങ്കരമായിട്ട് അങ്ങ് അലിഞ്ഞു പോയിട്ടില്ല, എന്നാലും അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നും കൂടെ അടുപ്പത്ത് വെക്കുമ്പോഴത്തേക്കും അത് കുറച്ച് വെന്തോളും. അപ്പോൾ നമ്മുടെ ഇത് നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തേങ്ങ വറുത്തത്. അപ്പോൾ അത് നമ്മളിനി മിക്സിയിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്ന് വേണേൽ പറയാം. അതായത് ഒരുപാട് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, വെള്ളം ചേർക്കുന്നില്ല. പകരം മിക്സിയിലിട്ടിട്ട് നമുക്കതൊന്ന് കറക്കിയെടുക്കാം. അത്യാവശ്യം നല്ല നൈസായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അരച്ചെടുക്കണം. അപ്പോൾ നമ്മളതൊരു തണുപ്പ് മാറിയിട്ട് നമ്മളൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടു പൊടിച്ചങ്ങ് എടുത്തു. ഇതാണ് നമ്മൾ പൊടിച്ചെടുത്ത പോലെ തന്നെ ഉണ്ട്. കാരണം ഒരുപാട് ലൂസായിട്ട് എടുക്കുന്നതിന് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് പൊടി പോലെ ആകുമ്പോൾ നന്നായിട്ട് നമുക്ക് സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലതാണ്. അപ്പോൾ ഏകദേശം കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്,
ആ ഒരു ജാറിലേക്ക് തന്നെ ഇട്ട് അത് ആ ജാറും കൂടെ കഴുകി ആ വെള്ളവും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിങ്ങനെ ഇളക്കുന്നതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കി ഏകദേശം ഒരു ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ കപ്പേൻ്റെ മിക്സിലേക്ക് ചേർക്കുന്ന സമയത്ത് അത് കട്ട പിടിച്ച് പോകത്തില്ല, അല്ലെങ്കിൽ എല്ലായിടത്തും ഉപ്പൊന്നും ചെന്ന് ഒരു റെഡി ആവത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു ഇച്ചിരി ഒരു വെള്ളം പോലെ ഈ അരച്ച് വെച്ചേക്കുന്നത് നമ്മളൊരു കുറച്ചൊരു ലൂസിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ കട്ടയെല്ലാം വിടിവിച്ച് അത് നല്ലൊരു വൃത്തിക്ക് ആക്കി വെക്കുന്നു. അതിനുശേഷമാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയൊരു ചെരുവ് എടുത്തു വെച്ചു. അപ്പോൾ ഈ ചെരുവത്തിലേക്ക് നമ്മൾ ലെയറായിട്ട് ഓരോന്നിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോൾ ഇത് ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വേറൊരു ചെരുവത്തിൽ ഇടുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ എള്ളുണ്ടാക്കിയ പാത്രത്തിലോ അല്ലെങ്കിൽ കപ്പ ഉണ്ടാക്കിയ പാത്രത്തിലേക്കോ തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ 1 കിലോ ഉണ്ടാക്കുന്നവരോ അല്ലെങ്കിൽ കുറച്ചുണ്ടാക്കുന്നവരൊന്നും ഇത്രയും എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു ചെരുവ് എടുത്ത് ഇങ്ങനെ നമ്മൾ വേറെ ലെയറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം കുറച്ച് കപ്പ ഇട്ടു. കപ്പയ്ക്കകത്തേക്ക് നമ്മൾ എല്ല് ഇട്ടു. കണ്ടോ, എല്ലിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, പക്ഷേ അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം വരുന്നുണ്ട്. ഈ കപ്പയിലേക്കും പിടിക്കാനുള്ള ഒരു വെള്ളം അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, കപ്പ ഇടുന്നു. കപ്പയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അതുപോലെ കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യത്തിനുള്ള ഈ ഒരു ലെയർ എല്ലിട്ട് കൊടുക്കുന്നു. ഇനി പിന്നെ എന്ത് ചെയ്യുന്നു, കപ്പ ഇടുന്നു. ഇങ്ങനെ കപ്പ ഇടുന്നു, എല്ല്, അങ്ങനെ ഓരോന്നോരോന്ന് ലെയറായിട്ട് നമ്മൾ ഇട്ട് വെക്കുന്നു. കാരണം എന്നാലാണ് എല്ലാത്തിലേക്കും ഇതിൻ്റെ മസാല പിടിക്കുള്ളൂ. അപ്പോൾ ഒരു ലെയറും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ കണ്ടോ ഇച്ചിരി വെള്ളം പോലെ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങ വറുത്തരച്ചത് നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും കൂടെ, അതായത് എല്ല് ബാക്കിയുള്ളത് അതും ഇട്ടു. അപ്പോൾ എല്ലായിടത്തും എല്ലാം ഈ മിക്സ് കപ്പയ്ക്കകത്തേക്ക് എല്ലാം കൂടെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ടേക്കുന്നത്. അതിൻ്റെ മേലേക്ക് നമ്മൾ കപ്പ ഇട്ടു. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ബാക്കി അതിനകത്ത് നമ്മളുണ്ടായിരുന്ന അരപ്പ് അതിൻ്റെ മേലേക്ക് പിന്നെ ഇട്ടു. അപ്പോൾ അതിൻ്റെ അടിയിലൊരു ലെയർ അരപ്പ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഏകദേശം അവിടേക്ക് അതങ്ങ് പിടിച്ചോളും. പിന്നെ ഇത് കപ്പ ഇടുന്നു. അങ്ങനെ ഓരോന്ന് എല്ലാം ഇങ്ങനെ മിക്സാക്കി ഇടുന്നു. നമ്മൾ കപ്പ ബിരിയാണിയിൽ കപ്പയും നമ്മുടെ എല്ലും കൂടെ, അതായത് എല്ലും കപ്പയും കൂടെ മിക്സായിട്ട് കപ്പ ബിരിയാണി ആയിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നു. പിന്നെ ഇച്ചിരി വെള്ളം, അതൊരു കുക്കറിലുണ്ടായിരുന്ന ആ ഒരു ഇത് കലക്കിയ ആ വെള്ളം കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ച് വെക്കുന്നു. കാരണം ഇത് നമ്മൾ അടുപ്പത്തേക്കാണ് വെക്കുന്നത്. അപ്പം വെള്ളം കുറവാണെങ്കിൽ അത് മൂട്ടിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മേലേക്ക് ബാക്കി അരപ്പും എല്ലാം ചേർത്ത് എന്ത് ചെയ്യുന്നു, നമ്മളിത് ഇനി ഇത് അടച്ച് നമുക്ക് പിന്നെ അടുപ്പത്തേക്ക് വെക്കണം. അപ്പം ഈ കപ്പയും എല്ലും അതിൻ്റെ അരപ്പും എല്ലാം കൂടെ ഒന്നും കൂടെ അടുപ്പത്തിരുന്ന് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ആ ഒരു സത്തിറങ്ങിക്കോളും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ 2 കറിവേപ്പിലയും കൂടി ഇട്ട് വെച്ച് കഴിയുമ്പോൾ ഒരു കുറച്ചും കൂടെ നമുക്കൊരു നല്ലൊരു ടേസ്റ്റ് തോന്നും. അങ്ങനെ നമ്മൾ കറിവേപ്പിലയും കൂടെ വെച്ചതിന് ശേഷം നമ്മളത് അടച്ച് അടുപ്പത്ത് എടുത്ത് വെച്ചേക്കുവാണ്. ഒരു അധികം നേരം വേണ്ട, നല്ലൊരു കുറച്ച് നേരം ഇത് സെറ്റ് ആവുന്നിടം വരെ നോക്കണം. പിന്നെ ഇടയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ കപ്പക്കോലില്ലേ, കപ്പക്കോല് വെച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കണം, വെള്ളമുണ്ടോ, ആവശ്യത്തിന് വെള്ളം അതിനകത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതെടുത്ത് ഇളക്കി നോക്കുവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം സെറ്റ് ആയതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് നമ്മളങ്ങോട്ടേക്ക് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലായിടത്തെയും നന്നായിട്ട് കപ്പയും ഈ അരപ്പും എല്ലും എല്ലാം കൂടെ നല്ല ടേസ്റ്റിൽ വരും. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഇങ്ങനെ ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കുമ്പോൾ നമുക്കറിയാം, ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ ഈ കപ്പ ബിരിയാണി കുറച്ചൊരു ലൂസായിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ കട്ടിയായിക്കോളും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇളക്കും. പിന്നെ ചിലർക്ക് ഈ കപ്പ വല്ലാണ്ട് ഉടഞ്ഞു പോകുന്നത് ഇഷ്ടമാകത്തില്ല. അപ്പോൾ അവർ കുറച്ച് ഇളക്കി എല്ലായിടത്തും ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ നിർത്തിയാൽ മതി. പക്ഷേ എനിക്കൊക്കെ നന്നായിട്ട് അലുത്ത് കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, കുറച്ച് ഭാഗം കൂടെ മമ്മി നന്നായിട്ട് ഇളക്കി തരും. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, കപ്പ ബിരിയാണി നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു പാത്രം എടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി. ഇനി അതൊരു ഇലയെടുത്ത് ഒരു ഇച്ചിരി ചള്ളാസും ഒരു ഇച്ചിരി നാരങ്ങാച്ചാറും ഒരു കട്ടൻ കാപ്പിയും കൂടെ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ ആഹാ സൂപ്പറായി.